ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷനാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. CMA USA പാർട്ട് 1 സെക്ഷൻ സി ആയ പെർഫോമൻസ് മാനേജ്മെന്റിലെ ഒരു ടോപ്പിക്കാണ് മാനുഫാക്ചറിങ് ഇൻപുട്ട് വേരിയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. XYZ company producing a single product employs the following direct material standard cost for each unit of output. അപ്പോൾ ഒരു യൂണിറ്റിൽ എത്ര പൗണ്ട്സ് ആണ്, ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര പൗണ്ട്സ് ആണ് വേണ്ടത്? 3 പൗണ്ടാണ് വേണ്ടത്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 3 പൗണ്ട് ഓഫ് മെറ്റീരിയൽ ആണ് വേണ്ടത്. അങ്ങനെ ഒരു പൗണ്ടിനാവുന്നത് എത്രയാണ്? $4 ആണ്. സോ എത്രയാവും? ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര വരും ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട്? 12 പെർ ഔട്ട്പുട്ട് കിട്ടൂലേ? 12 പെർ ഔട്ട്പുട്ട് യൂണിറ്റ്. ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 3 മെറ്റീരിയൽ വരണം. ഒരു മെറ്റീരിയലിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഒരു പൗണ്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 ആണ്. സോ 4 × 3 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. ഇനി ഇതൊക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എക്സാമിന് വരിക. സോ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അറിയണമെങ്കിൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ്റെ താഴെയുള്ള ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക് എങ്ങനെയാണ് ഐറ്റംസ് പിക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും താഴത്തെ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വാട്ട് വുഡ് ബി ദ എമൗണ്ട് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് പ്രൈസ് വേരിയൻസ്, ഡയറക്റ്റ് മെറ്റീരിയൽസ് പർച്ചേസ് പ്രൈസ് വേരിയൻസ് ആൻഡ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യനിൽ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പർച്ചേസ് പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്? പർച്ചേസ് പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻടു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് പല ഇക്വേഷൻസിലും അവിടെയും ഇവിടെയും കാണാൻ വേണ്ടി പറ്റും. ചില ബുക്സിലും ചില വീഡിയോസിലൊക്കെ നമുക്ക് ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് വേണം കാണാൻ വേണ്ടി പറ്റും. ഇത് തിരിച്ചിട്ട് കാണാൻ വേണ്ടി പറ്റും. ബട്ട് നമുക്ക് ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ലൈക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തത് 8 ആണെന്ന് വിചാരിക്കുക. ആൻഡ് ആക്ച്വൽ ആയിട്ട് നമുക്ക് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ 8 - 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് അല്ലേ? മൈനസ് വരുമ്പോൾ അൺഫേവറബിൾ. ലൈക്ക് ഞാൻ മൈനസിനെ അൺഫേവറബിളിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് ആണ് കുറച്ചും കൂടി കണക്ഷൻ കിട്ടുക. കാരണം അൺഫേവറബിൾ, നെഗറ്റീവ് കിട്ടുമ്പോഴേ നമുക്ക് അൺഫേവറബിൾ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുക. സോ അതുകൊണ്ടാണ് ഞാൻ മൈനസ് ഈ ഒരു തരത്തിൽ ഇക്വേഷൻ ഒന്ന് മാറ്റിയത്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തത് 8 ആണ്. ഓക്കെ, നമ്മൾ ആക്ച്വലി വന്നത് 10 ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ 8 രൂപയാണ് കണക്ക് വിചാരിച്ചത് കോസ്റ്റ് ആയിട്ട്. ബട്ട് നമുക്ക് ആക്ച്വലി വന്നത് 10 ആണ്. അപ്പം എത്രയാണ്? 2 അൺഫേവറബിൾ അല്ലേ? ആ ലോജിക്ക് ഉണ്ടായാൽ മതി, ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് പ്രൈസ്, ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് പ്രൈസ് വന്നിട്ടുണ്ടല്ലോ. ഒരു പൗണ്ടിന് എത്രയാണ് ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തത്? ഇതാ ഇവിടെ നോക്കിയേ, ഒരു പൗണ്ടിന് $4 അല്ലേ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തത്. സോ 4 മൈനസ് ആക്ച്വൽ പ്രൈസ് എത്രയാണ്? ഇവിടെ പർച്ചേസ് പ്രൈസ് വേരിയൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇവിടെ പർച്ചേസ് ചെയ്ത എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇവിടെ പർച്ചേസ് ചെയ്ത എമൗണ്ട് 297,000 ആണ്. പർച്ചേസ് പ്രൈസ് വേരിയൻസ് ഒരിക്കലും നമ്മൾ യൂസ്ഡ് എടുക്കാൻ പാടില്ല, പർച്ചേസ് ചെയ്ത കോസ്റ്റ് ആണ് എടുക്കേണ്ടത്. 297,000 ആണ്. 297,000 ആണ്. എത്ര പൗണ്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ളത്? 75,000 പൗണ്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് 297,000 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പൗണ്ടിന് എത്രയാണ്? ഒരു പൗണ്ട് പർച്ചേസ് ചെയ്യാൻ എത്രയാണ് ആയിട്ടുണ്ടാവുക? 297,000 ഡിവൈഡഡ് ബൈ 75,000, ദാറ്റ് ഇസ് $3.96. $3.96 ആണ് ഒരു യൂണിറ്റ് അല്ലെ ഒരു പൗണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്കായിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ. ഇൻടു ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ പർച്ചേസ് ചെയ്തത് എത്ര ക്വാണ്ടിറ്റി? ആക്ച്വലി 75,000 പൗണ്ട്സ് അല്ലേ? അപ്പോൾ 75,000 4 മൈനസ് 3.96 ഇൻടു 75,000 എത്രയാണ്? 3,000 അല്ലേ? 3,000. ഇനി ഇത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? നമ്മൾ പ്ലാൻ ചെയ്തത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തത് 4 ആയിരുന്നു. ബട്ട് നമുക്ക് ആക്ച്വലി വന്നത് 3.96 കോസ്റ്റ് ഉള്ളൂ. ലാഭല്ലേ? ലൈക്ക് 4 രൂപ ചെലവാക്കേണ്ട സ്ഥലത്ത് നമുക്ക് 3.96 ചെലവാക്കേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് ഫേവറബിൾ ആണ്. ഓക്കെ, ഫേവറബിൾ ആണ്. ഓക്കെ, അപ്പം ഞാനിതിൽ പോസിറ്റീവ് ഫിഗർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫേവറബിൾ എന്നും നെഗറ്റീവ് ഫിഗർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അൺഫേവറബിൾ എന്നുമാണ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 4 - 3.96 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ആണ് ഫിഗർ വരിക അല്ലേ? ഇൻടു 75,000 എന്ന് പറയുമ്പോൾ 3,000, അതും ഒരു പോസിറ്റീവ് ഫിഗറാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ അത് ഫേവറബിൾ ആണ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ്. ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻടു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് പ്രൈസ്, പർച്ചേസ് പ്രൈസ് വേരിയൻസ് ഒക്കെ എപ്പോഴും വരുമ്പോൾ നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് എടുക്കേണ്ടത്. ആൻഡ് ക്വാണ്ടിറ്റി വേരിയൻസ് വരുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആണ് എടുക്കേണ്ടത്. ഓക്കെ,
ഓക്കെ, അടുത്തായിട്ട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 3 പൗണ്ടാണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 3 പൗണ്ടാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ എത്ര യൂണിറ്റ്സ് ആണ് ടോട്ടലായിട്ട് നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു യൂണിറ്റിന് 3 പൗണ്ടാണ്. അപ്പോൾ 23,000 യൂണിറ്റ്സിന് എത്രയാവും? 23,000 യൂണിറ്റ് ഇൻറ്റു 3, ദാറ്റ് ഈസ് 69,000 ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് വരുന്നത്? ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. ഓക്കെ, എത്രയാണ് വരുന്നത്? 70,000 അല്ലേ? 70,000. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ക്വാണ്ടിറ്റി വേരിയൻസ് അല്ല ചോദിച്ചത്, വെറും ഡയറക്റ്റ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് അല്ലേ? അപ്പൊ നമ്മൾ യൂസ്ഡ് ആണ് എടുക്കേണ്ടത്. ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70,000 ആണ്. 70,000. ഓക്കെ, ഇൻടു എത്രയാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നമുക്കറിയാം സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണല്ലേ? ഒരു പൗണ്ടിന് 4 ആണ് സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തത് 69,000 പൗണ്ട്സ് ആണ്. ബട്ട് ആക്ച്വലി നമുക്ക് ആയത് 70,000 പൗണ്ട്സ് ആണ്. അപ്പൊ എന്താണ്? അതൊരു അൺഫേവറബിൾ അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്തത് 69,000, നമുക്ക് വന്നിരിക്കുന്ന ആക്ച്വൽ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70,000 ആണ്. അപ്പൊ അത് അൺഫേവറബിൾ ആണ്. ഓക്കെ, 1000 into 4, that is 4,000. എന്താണ്? unfavorable. Okay, unfavorable. Let's move to next question. ABC company employs a product cost system in which direct materials inventory is carried at standard cost. അപ്പോൾ ഇതും ക്വസ്റ്റ്യൻ വലുതാണ്. നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് ആദ്യം ഒന്ന് വായിക്കാം. The direct material purchase price variance for November is. അപ്പോൾ purchase price variance ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. purchase price varianceന്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻടു ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? ഇവിടെ ഒരു പൗണ്ടിനാവുന്ന സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് $1.8 മൈനസ് ആക്ച്വൽ ആണ്. ആക്ച്വൽ എത്രയാണ്? പർച്ചേസ് പ്രൈസ് വേരിയൻസ് ആണ്. അപ്പൊ പർച്ചേസ് ചെയ്ത കോസ്റ്റിൽ ഒരു പൗണ്ടിന് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പർച്ചേസ് ചെയ്ത് 160,000 പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് 304,000 ആണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. 304,000. അപ്പം ഒരു പൗണ്ട് പർച്ചേസ് ചെയ്യാൻ എത്രയാണ് കോസ്റ്റ് വന്നെന്ന് നോക്കുക. എത്ര എങ്ങനെ കൂട്ടുക? 304,000 ഡിവൈഡഡ് ബൈ 160,000, ദാറ്റ് ഈസ് 1.9 ആക്ച്വൽ. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തത് 1.8 ആണ്. ബട്ട് ആക്ച്വലി നമുക്ക് ആയിരിക്കുന്നത് 1.9 ആണ് അല്ലേ? അപ്പൊ എന്താണ്? അത് അൺഫേവറബിൾ ആണ്. ഇൻടു ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വലി എത്രയാണ് ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത്? 160,000 അല്ലേ? ഇൻടു 160K, ദാറ്റ് ഈസ് 1.8 മൈനസ് 1.9 ഇൻടു 160 ഇൻടു 1000. ദാറ്റ് ഈസ് 16,000 അൺഫേവറബിൾ. എന്തുകൊണ്ടാണ് അൺഫേവറബിൾ വന്നത്? നമ്മൾ പ്ലാൻ ചെയ്തത് 1.8 ആണ്, നമുക്ക് ആക്ച്വലി വന്നത് 1.9 ആണ്. അതുകൊണ്ട് തന്നെ അൺഫേവറബിൾ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.